ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇലസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി ഒരു റെഡിഷ് കളറിലേക്ക് മാറി വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് വായിലിട്ടൊന്ന് കടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് നന്നായി പൊട്ടുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ വറക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ തീ കുറച്ച് വെച്ച് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടെല്ലാം ആറിയതിന് ശേഷം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയുടെ നേർപ്പിച്ച രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ നിങ്ങൾക്ക് ഇതേ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള പരിപ്പിനനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ 2 വിസിൽ വന്നതിന് ശേഷം പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ അടുപ്പിലേക്ക് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര നന്നായി മെൽറ്റായതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെത്തണ്ട. കാരണം ചെറുങ്ങനെ പരിപ്പ് കടിക്കാൻ കിട്ടുന്ന വിധത്തിലാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുഴുവനായി ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പായസം കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റിയായി തോന്നുകയില്ല. അല്പം മാത്രം പരിപ്പ് അവിടെയും ഇവിടെയും കടിക്കാൻ കിട്ടുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ശർക്കര പാനി ആക്കി വെച്ചത് ഇതിനകത്തേക്ക് അരിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പ വെച്ച് ഞാൻ ഇതിനകത്തേക്ക് ശർക്കരപ്പാനി മുഴുവനായും അരിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് ഇതിലെ വെള്ളമെല്ലാം വറ്റുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ സമയമെടുത്ത് ആ ശർക്കരപ്പാനി പരിപ്പിലേക്ക് പിടിക്കുന്ന വിധത്തിൽ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായി കുക്കായതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം പരിപ്പ് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയില്ല. അപ്പോൾ ഈ പാനിയിൽ കിടന്ന് അല്പം നെയ്യും കൂടെ ചേർത്ത് ആ ശർക്കരപ്പാനി നമ്മുടെ പരിപ്പിലേക്ക് പിടിച്ച് കിട്ടുന്ന സമയം വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റായി ആദ്യം തന്നെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് 1-ാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്തതിന് ശേഷം ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാൽ ഒന്ന് ചൂടായി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാൽ എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ 2-ാം പാൽ എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകവും അതുപോലെ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രഥമന് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ സദ്യകളിലെ കേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പരിപ്പ് പ്രഥമൻ തന്നെയാണ്. ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും ടേസ്റ്റ് വൈസിൽ ഒന്നാമതാണ്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ കല്യാണപ്പുരയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പായസം കിട്ടുന്നതിന് അവസാനം ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ പായസം തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ മുന്തിരിയും എല്ലാം
വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ തേങ്ങയും ഒന്ന് ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഞാൻ ആദ്യം തന്നെ ചേർത്ത് ഒന്ന് ചെറുതായി കളർ മാറി തുടങ്ങുന്ന സമയത്താണ് ഇതിനകത്തേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാഷ്യൂ നട്ട്സും തേങ്ങയും ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ചെറുപയർ പരിപ്പ് പ്രഥമൻ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നതും എല്ലാം ആകുമ്പോൾ ആണ് പരിപ്പ് പ്രഥമന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഇത് കളർ മാറി തുടങ്ങുന്ന ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പരിപ്പ് പ്രഥമൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ ഇതിലേക്ക് എന്ത് ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു വലിയ കദളിപ്പഴമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കദളിപ്പഴം അടുപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പഴം ഇതിനകത്തേക്ക് അടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പഴം ഒന്ന് അടിച്ച് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇലയിൽ ഈ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം നിങ്ങൾ കമൻസായിട്ട് താഴെ അറിയിക്കണം. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരുപാട് റെസിപ്പികൾ ഞാനിവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം വാച്ച് ചെയ്തതിന് ശേഷം അതിനെല്ലാം കമൻസുകൾ എന്തെല്ലാമെന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് വിഭവങ്ങളുമായി വരുന്ന സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം ടു ഓൾ.